ഒരു 2 ആഴ്ച മുന്നേ നമ്മുടെ ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു റിപ്പോർട്ട് കൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് കൊളസ്ട്രോൾ കൂടുതലാണ് ഡോക്ടറെ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഉമ്മയ്ക്കും ഇതേ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് എന്തെങ്കിലും ഇതേപോലത്തെ ബുദ്ധിമുട്ട് എനിക്കുണ്ടോ എന്നുള്ളത്. അതേപോലെ അവരുടെ ഫാമിലി ഹിസ്റ്ററിയിലും ഇതേപോലെ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ കൊളസ്ട്രോൾ ഉള്ളത് കൊണ്ട് ഈ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ആ പേഷ്യൻ്റ് വന്നത്. അപ്പോൾ എല്ലാവർക്കും പേടിയുള്ള ഒരു കാര്യമാണ് ഈ കൊളസ്ട്രോൾ കൂടുന്നത് എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സാധാരണയായിട്ട് ലക്ഷണങ്ങൾ അധികമായിട്ട് കാണിക്കാത്ത ഒരു അസുഖമാണ്. ഇതേപോലെ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററിയിൽ ഉണ്ടെങ്കിൽ മാത്രം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ കൊളസ്ട്രോൾ ശരിക്കും പ്രശ്നമാണോ? കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഹെൽത്ത് റിസ്കുകളാണ് അവർക്കുള്ളത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഞാൻ ഡോക്ടർ അനഘ സുരേന്ദ്രൻ, ഡോക്ടർ ഹിബ സരോവിയ ഹോമിയോപ്പതി ക്ലിനിക്, പെരിന്തൽമണ്ണ. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇപ്പോൾ പല വീടുകളിലും കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡായിട്ട് മാറി. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അത് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമായിട്ട് മാറി. ഇത് കൂടുതലായിട്ടും ലക്ഷണങ്ങളൊന്നും കാണിക്കാത്ത ഒരു അസുഖമാണ്. പക്ഷേ കൊളസ്ട്രോളിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അമിതമായിട്ടുള്ളൊരു ക്ഷീണം ഉണ്ടാവുന്നത് ഒരു ലക്ഷണമാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അമിതഭാരം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ശ്വാസതടസ്സം പോലെ, മിടിപ്പ് പോലെ നെഞ്ചിൽ തോന്നുക, അത് ഒരു ലക്ഷണമാണ്. അതേപോലെ ഈ രക്തക്കുഴലുകളിലൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട് കൊളസ്ട്രോൾ കാരണം എന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് തരിപ്പോ മരവിപ്പോ കാലുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതും ഒരു ലക്ഷണമാണ്. പക്ഷേ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ വേറെ പല അസുഖങ്ങൾക്കും ഉള്ളതാണ്. ഇത് കൊളസ്ട്രോളിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങളെന്ന് പറയാൻ കഴിയില്ല. അതും കൂടുതലായിട്ട് പ്രോഗ്രസ് ആയിട്ടുള്ള സ്റ്റേജിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ കൊളസ്ട്രോൾ കൂടുതലാണ് അല്ലെങ്കിൽ പ്രമേഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഒരു 6 months കൂടുമ്പോഴെങ്കിലും ലിപ്പിഡ് പ്രൊഫൈലാണ് നമുക്ക് നോക്കേണ്ടത്. അതിൽ കറക്റ്റായിട്ട് കൊളസ്ട്രോളിൻ്റെ അളവ്, ടോട്ടൽ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്സ്, HDL, LDL കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ച് ഒരു 35-40 വയസ്സ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇനി ഈ കാര്യങ്ങൾ ഹെൽത്ത് റിസ്ക് ഉണ്ടാക്കുമോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ കൊളസ്ട്രോള് രക്തക്കുഴലുകളിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്, ബ്ലോക്ക് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഹാർട്ട് അറ്റാക്ക് ആയിട്ടോ അല്ലെങ്കിൽ സ്ട്രോക്ക് ആയിട്ടോ മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ ഈ കൊഴുപ്പ് കട്ടകളായിട്ട്, നമ്മളതിന് അതിറോസ്ക്ലീറോസിസ് എന്നാണ് പറയുക, ഈ കൊഴുപ്പ് കട്ടകളായിട്ട് നമ്മുടെ ബ്ലഡ് വെസലിലൊക്കെ അടിഞ്ഞു കൂടിയിട്ട് അത് ബ്ലോക്കേജ് ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ ഹാർട്ടിലേക്കുള്ള രക്തക്കുഴലുകൾക്ക് ബ്ലോക്കേജ് ഉണ്ടാക്കുക. ഇനി ബ്രെയിനിലേക്കാണെങ്കിൽ ബ്രെയിനിലെ രക്തക്കുഴലുകൾക്കാണ് ബ്ലോക്ക് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ബ്രെയിനിനെ ബാധിക്കുകയും ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ട് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനാണ് എല്ലാ ശരീരഭാഗങ്ങളും നിയന്ത്രിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഭാഗത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഒരു ഭാഗം തളർന്നു പോകുക എന്നുള്ള ലക്ഷണങ്ങളൊക്കെയാണ് സ്ട്രോക്കിൽ വരാറുള്ളത്. ഹാർട്ട് അറ്റാക്കിലായാലും നെഞ്ചുവേദന അല്ലെങ്കിൽ ഒരു നെഞ്ചിടിപ്പ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഹാർട്ടിൽ ബ്ലോക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് ഈ ഒരു പ്രശ്നത്തിനെയാണ്. അപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർ ഇതിനെ പേടിക്കണം എന്നല്ല, അത് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി എന്താണ് കൊളസ്ട്രോൾ, എങ്ങനെയാണ് കൊളസ്ട്രോൾ വരുന്നത്, എന്തൊക്കെ രീതിയിലുള്ള കൊഴുപ്പുകളാണ് ശരീരത്തിലുള്ളത്, എല്ലാ കൊഴുപ്പും ചീത്തയാണോ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിലുണ്ടാവുന്ന 2 കാര്യങ്ങളാണ് HDLഉം LDLഉം. HDL എന്ന് പറയുന്നത് നല്ല കൊളസ്ട്രോൾ ആണ്. ഇത് നമ്മുടെ ധമനികളിലൊന്നും കൊഴുപ്പ് അടിഞ്ഞുകൂടാതെ അത് ലിവറിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. LDL എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ചീത്തയായിട്ടുള്ള കൊളസ്ട്രോൾ ആണ്. ഇനി കൊളസ്ട്രോൾ വരാനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ നോക്കാം. ഇതിനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഭക്ഷണ രീതിയാണ്. ഇതിൽ ഫസ്റ്റത്തേതെന്ന് പറയുന്നത് റെഡ് മീറ്റ് ആണ്. അതിൽ പെടുന്നതാണ് ബീഫ്, മട്ടൺ പോലുള്ള മീറ്റ് ഐറ്റംസ്. ഇതിൽ കൂടുതലായിട്ടുള്ളത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റാണ്, നമുക്ക് ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഫാറ്റാണ്. അടുത്തത് ട്രാൻസ് ഫാറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന ബേക്കറി ഐറ്റംസിലും വറുത്തതും പൊരിച്ചതായിട്ടുള്ള ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസിലുള്ള ഫാറ്റാണ്. ഇനി മൂന്നാമത്തേത് എന്ന് പറയുന്നത് നമ്മൾ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കുറവായിട്ട് കഴിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ജീവിതശൈലിയാണ്. അതിലാദ്യത്തേത് വ്യായാമം കുറയുന്നതാണ്. വ്യായാമം കുറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോളിനെ
കറക്റ്റായിട്ട് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ കൊളസ്ട്രോളിനെ കത്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും. കൊളസ്ട്രോൾ ബേൺ ഔട്ട് ആവാത്ത ഒരവസ്ഥയാണ് ഉണ്ടാവുക. അടുത്തത് പുകവലി, മദ്യപാനം പോലുള്ള ശീലങ്ങളാണ്. അതും ഇതേപോലെ കൊളസ്ട്രോൾ കൂടാനും കരൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ കാരണമാവുന്ന ഒന്നാണ്. ഇനി മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എന്ന് വെച്ചാൽ അതിൽ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും ഈ കൊളസ്ട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ പ്രമേഹമോ അല്ലെങ്കിൽ രക്തസമ്മർദ്ദമോ ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ബ്ലഡ് വെസലിനെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ഈ കൊളസ്ട്രോൾ വരാനുള്ള സാധ്യതകൾ കാണാറുണ്ട്. അതേപോലെ പ്രായം കൂടുന്ന സമയത്ത് ഇതേപോലെ തന്നെയാണ് കറക്റ്റായിട്ട് കൊഴുപ്പ് ഉപയോഗിക്കാൻ കഴിയാതെ പല ഭാഗത്തും അടിഞ്ഞുകൂടാനായിട്ടും കൂടെ അതൊരു കാരണമാവും. ഇനി കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനായിട്ട് എന്തൊക്കെ ഭക്ഷണങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം എന്നുള്ളത് നോക്കാം. ഇതിൽ ഫസ്റ്റത്തേതെന്ന് പറയുന്നത് ധാന്യങ്ങളാണ്. ഇതിൽ ആദ്യത്തേത് ഓട്സ് ആണ്. ഓട്സിലുള്ള ബീറ്റ ഗ്ലൂക്കൻ എന്ന് പറയുന്ന ഒരു ഘടകം നമ്മുടെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ അടുത്തത് പറയുന്നത് ബാർലി ആണ്. ഇനി വേറൊന്ന് പറയുന്നത് തവിട് കളയാത്ത അരിയാണ്. ഇതിലൊക്കെ ഉള്ള നാരുകൾ നമ്മുടെ കൊളസ്ട്രോളിനെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇനി അടുത്ത നോക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചക്കറികൾ. അതിൽ പച്ചക്കറികളിൽ ഏറ്റവും കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത് പാവയ്ക്കാണ്. പാവയ്ക്ക് കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അടുത്തെന്ന് പറയുന്നത് വെണ്ടയ്ക്കാണ്. വെണ്ടയ്ക്കയിലുള്ള ഒരു പശ പോലെയുള്ള മ്യൂസിലേജ് എന്ന് പറയുന്ന ആ ഘടകം നമ്മുടെ കൊളസ്ട്രോളിനെ പുറന്തള്ളാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് ചീരയാണ്. ചീരയിൽ അതേപോലെ ലൂട്ടിനും ഉണ്ട്, അതേപോലെ കൂടുതൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇതും കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ്. കൂടുതൽ നാരുകളുള്ള ആപ്പിള്, പേരയ്ക്ക പോലുള്ള പഴങ്ങൾ കൂടുതൽ കഴിക്കാം. അടുത്തതെന്ന് പറയുന്നത് അവഗാഡോ ആണ്. അവഗാഡോയിലുള്ള ഒരു കൊഴുപ്പ്, ഒരു പൾപ്പ് എന്ന് പറയുന്നത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ഫുഡാണ്. ഇത് HDLന്റെ അളവ് കൂട്ടാനായിട്ട് സഹായിക്കും. വേറൊരു പഴം എന്ന് പറയുന്നത് പപ്പായയാണ്. ഇതിൽ കലോറി കുറവും അതേപോലെ തന്നെ നാരുകൾ കൂടുതലാണ്. ഇതും ഇതേപോലെ കൊളസ്ട്രോളിനെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഫിഷുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മത്തി, അയല പോലുള്ള ഫിഷുകൾ കൂടുതലായിട്ട് കഴിക്കുന്നതാണ് നല്ലത്. ഇതിൽ omega-3 ഫാറ്റി ആസിഡാണ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. ഇനി ജീവിത രീതിയിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കേണ്ടതെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് വ്യായാമം തന്നെയാണ്. നമ്മൾ മാക്സിമം ഒരു 30 മിനിറ്റെങ്കിലും നമ്മൾ നടക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമുക്ക് വേറൊരു ജീവിതശൈലിയിൽ വേറൊരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെസ്സാണ്. സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് ഇതേപോലെ ശരീരത്തിൻ്റെ എന്ത് ബുദ്ധിമുട്ടുകളാണെങ്കിലും ഉണ്ടാവും. കൊളസ്ട്രോൾ കൂടുതലാവാനും അതേപോലെ തന്നെ കൊഴുപ്പടിഞ്ഞു കൂടാനൊക്കെ മാനസിക സമ്മർദ്ദം കാരണമാവുന്നുണ്ട്. അപ്പം അതിന് നിങ്ങൾക്ക് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ നമ്മൾ രക്തക്കുഴലുകളിൽ ഇത് കൊളസ്ട്രോൾ അടിഞ്ഞു കൂടാതെ ക്ലീൻ ആക്കി വെക്കാനായിട്ട് എന്തൊക്കെ ഫുഡ്സ് നമുക്ക് ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയിലുള്ള അലിസിൻ എന്ന് പറയുന്ന കണ്ടന്റാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ രക്തക്കുഴൽ കുറച്ചും കൂടെ ക്ലീൻ ആവാനും അതേപോലെ തന്നെ ഇതിൽ വീക്കം കുറയ്ക്കാനും ഈ കൊഴുപ്പടിയാതെ തടയാനും സഹായിക്കുന്ന ഒരു ഘടകമാണിത്. അതേപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് മഞ്ഞളാണ്. മഞ്ഞളും ഇതേപോലെ തന്നെ രക്തക്കുഴലിലുള്ള വീക്കമൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭക്ഷണമാണ്. ഇനി നിങ്ങൾ ഈ കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ ട്രീറ്റ് ചെയ്യാതെ വിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഓൾറെഡി പ്രമേഹമോ അല്ലെങ്കിൽ രക്തസമ്മർദ്ദമോ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ വരാനുള്ള സാധ്യതയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ഒരു കറക്റ്റായിട്ടുള്ള ഇടവേളകളിൽ നോക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഇനി ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ കഴിക്കേണ്ട കാര്യങ്ങൾ കഴിക്കേണ്ടാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടെ ഓർമ്മ വന്നത്. ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പേഷ്യൻ്റ് പറഞ്ഞത് എനിക്ക് ഒന്നുകൂടെ ഞാൻ എൻ്റെ ദഹനം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും അതേപോലെ ഞാൻ ഇതേപോലെ പല വീഡിയോസിൽ കണ്ടിട്ട് ഈ കാർബോഹൈഡ്രേറ്റ് ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് കണ്ടിട്ട് ഞാൻ ചോറ് കഴിക്കുന്നത് ഒഴിവാക്കി, ചോറ് മുഴുവനായിട്ട് നിർത്തിയിട്ട് കൂടുതൽ പച്ചക്കറികളും പഴങ്ങളും കൂടുതലായിട്ട് കഴിക്കാൻ തുടങ്ങി എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് ആ സമയത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബോഡി ഭയങ്കര വീക്കാവാൻ തുടങ്ങി, ക്ഷീണം വരാൻ തുടങ്ങി. അപ്പോൾ ഒന്നും കൂടെ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഷുഗറും കൂടുതലാണ്, അതേപോലെ തന്നെ കൊളസ്ട്രോളും കൂടിയിട്ടുണ്ട് എന്നുള്ളത്. കാരണം അതിൻ്റെ മുന്നേ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്നാണ് ഇത് കൂടിയത് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം എന്ത് നമ്മൾ കൺട്രോൾ ചെയ്യണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന് അല്ലെങ്കിൽ നിങ്ങൾ ഫാറ്റ് കുറയ്ക്കണം എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും അളവിനനുസരിച്ച് കഴിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിന് വേണ്ടതുമാണ്.
ഇത് മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള നമുക്ക് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും ചെയ്യാൻ കഴിയില്ല, അതേപോലെ ക്ഷീണം ഉണ്ടാവാനൊക്കെ കാരണമാവും. പിന്നെ നിങ്ങൾ ഈ വെറും വയറ്റിൽ കുറേ പഴങ്ങൾ കഴിക്കുകയാണ്, അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഇതും സെയിം ഫ്രക്ടോസ് എന്ന് പറയുന്നതും ഒരു ഗ്ലൂക്കോസിൻ്റെ കണ്ടന്റ് തന്നെയാണ്. അതുവഴി ഇത് ഗ്ലൂക്കോസ് കൊളസ്ട്രോൾ ആയിട്ട് മാറാനോ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഷുഗർ ആയിട്ട് മാറാനോ ഒക്കെ ഉള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ എന്ത് ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ലിമിറ്റഡ് ആയിട്ട് കഴിക്കുക. അപ്പോൾ നിങ്ങൾ ചോറ് കഴിക്കുകയാണെങ്കിൽ ചോറ് കുറച്ച് കഴിച്ചിട്ട് ബാക്കി ഇലക്കറികളും പച്ചക്കറികളും കൂടുതലായിട്ട് കഴിക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ പ്രോട്ടീൻ എടുക്കുകയാണ്, നിങ്ങൾ ചിക്കൻ കഴിക്കുകയാണ് അല്ലെങ്കിൽ മീൻ കഴിക്കുകയാണ്, ഇനിയിപ്പോൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ സോയാബീന്, കടല ഐറ്റംസ് ഒക്കെയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊന്നും മസാല ചേർക്കാതെ കഴിക്കുക, വേവിച്ച് കഴിക്കുക. ഇനിയിപ്പം മീനാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ കറിയായിട്ട് കഴിക്കുക, ചിക്കൻ ആണെങ്കിലും കറിയായിട്ട് കഴിക്കുക, കൂടുതൽ വറുക്കാതെയും പൊരിക്കാതെയും കഴിക്കുക. എല്ലാ കാര്യങ്ങളും ലിമിറ്റഡ് ആയിട്ട് കഴിക്കുക എന്നുള്ളതാണ്. ഇനി കൊളസ്ട്രോളിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അതിന് എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് കൺസൾട്ടേഷനും സംശയങ്ങൾക്കും താഴെയുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.